ദി ലോങ് വാക്ക് എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ടുണ്ട്. ഈ വർഷം ഞാൻ കണ്ടതിൽ ഭയങ്കര വിയേർഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. തിയേറ്ററിക്കലി റിലീസ് ചെയ്തൊരു പടമാണ്. ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല. വളരെ ലിമിറ്റഡ് റിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സ്റ്റീഫൻ കിങ്ങിൻ്റെ ഒരു നോവലുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ ഒരുക്കിയിട്ടുള്ളത്. ആൻഡ് ഫ്രാൻസിസ് ലോറൻസ് ആണ് സിനിമയുടെ സംവിധായകൻ. നമ്മുടെ ഹങ്കർ ഗെയിംസ് സിനിമകളിലൊക്കെ തന്നെ ഡയറക്ടർ. കുറേ നല്ല ഗംഭീര സിനിമകൾ മൂപ്പര് ചെയ്തിട്ടുണ്ട്. മൂപ്പര് വല്ലപ്പോഴും ഇത്തരത്തിലുള്ള പടങ്ങൾ എടുക്കാറുള്ളൂ. മൂപ്പരുടെ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള മറ്റൊരു നല്ല പടം എന്നും കൂടി പറയാം. ഈ ലോങ് വാക്ക് എന്ന സിനിമ സെർച്ച് ചെയ്യുന്നത് ഒരു ഡിസ്റ്റോപ്പിയൻ വേൾഡാണ്. അവിടെ ഫുൾ പ്രശ്നങ്ങളാണ്. ഫുൾ സിവിൽ വാറുകളൊക്കെയാണ്. സോ ഒരു കൂട്ടം ആൾക്കാര്, ഒരു കൂട്ടം യുവാക്കൾ ഒരു 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 കോമ്പറ്റീഷന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ഒരു ലോങ് വാക്ക് എന്ന് പറയും. അവർക്കിങ്ങനെ കുറേ ദൂരം നടക്കണം. ഈ ഹങ്കർ ഗെയിംസിൻ്റെ അതേ സെറ്റപ്പ് തന്നെയാണ്. അതേ ഒരു പാറ്റേൺ തന്നെയാണെന്ന് പറയാം. മറ്റേ സർവൈവൽ ഓഫ് ദി അല്ലെങ്കിൽ ലാസ്റ്റ് ആരാണ് ടു ദി ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് എന്നൊക്കെ നമ്മൾ പറയില്ല. അതേ രീതിയിൽ കുറേ പേരിങ്ങനെ നടക്കണം. ഒരു ഹൈവേ കൂടെ ഇങ്ങനെ നടക്കണം. അവസാനം ആരാണോ ജീവിച്ചിരിക്കുക, ആൾ മാത്രം രക്ഷപ്പെടും. അല്ലെങ്കിൽ ആൾക്ക് മാത്രമാണ് ഒരു ചാമ്പ്യൻഷിപ്പ് കിട്ടുക. ആൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് പ്രൈസ് മൂപ്പരെ തേടി നിൽക്കുന്നുണ്ട്. പക്ഷേ സിനിമ ചർച്ച ചെയ്ത് പോകുന്നത് എന്തിനാണ് ഇവർ നടക്കുന്നത് എന്തിനാണ്? ഇത് എന്തിനാണ് ഈ ഒരു കോമ്പറ്റീഷൻ? ആക്ച്വലി ആ വേൾഡിന്റെ പ്രശ്നം എന്താണ്? എന്താണ് ഇപ്പോൾ ഫ്യൂച്ചറിൽ എന്താണ് നടന്നിട്ടുള്ളത് എന്നൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്ത് പോകുന്നത്. ഈ ഒരു നടത്തം മാത്രമല്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം വെറുതെ അത് മാത്രം പറഞ്ഞു പോകാതെ ഇങ്ങനത്തെ ഒരു ഇവന്റ് അതിന്റെ ഇടയിൽ കൂടെ പോകുന്നതോടെ ഈ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കെമിസ്ട്രിയും അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പും പരസ്പരം ബന്ധമില്ലാത്ത, പരസ്പരം അറിയാത്ത ഒരു കൂട്ടം ഒരു 10, 20 പേരാണ് ഈ ഒരുമിച്ച് നടക്കുന്നത്. ഓരോരുത്തരും ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകും. കൊഴിയാന്ന് പറഞ്ഞാൽ ഒരു വാർണിങ്ങും സംഭവങ്ങളൊക്കെ ഇവര് കൊടുക്കുന്നുണ്ട്. അതെന്താന്ന് ഏതൊക്കെയാന്ന് കണ്ട് തന്നെ നോക്കുക. ദെൻ നമ്മൾ വിചാരിക്കുമ്പോൾ നടത്ത മത്സരമല്ലേ എന്താ പ്രശ്നം കുറേയും കൂടെ നടന്നാൽ പോരേന്ന്. നടക്കുക പറഞ്ഞാൽ ചില്ലറ കിലോമീറ്ററൊന്നും അല്ല, ചില്ലറ ദൂരമല്ല, ചില്ലറ ദിവസമല്ല. ചിലപ്പോൾ ഒരു 3, 4 ദിവസം 5, 6 ദിവസമൊക്കെ അടുപ്പിച്ചിങ്ങനെ നടക്കേണ്ടി വരും. അതിനിടയിൽ ഉണ്ടാവുന്ന നോർമൽ ഇപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഡെയിലി റൊട്ടീനായിട്ട് വരുന്ന ഇപ്പോൾ നമ്മുടെ യൂറിനേഷനും അല്ലെങ്കിൽ നമുക്ക് നോർമലി ബാത്റൂമിൽ പോകേണ്ട സിറ്റുവേഷൻ നടക്കുന്നത് എങ്ങനെ ഉണ്ടാവും? അതടക്കം ഇവര് നടന്നിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം നിന്നാ അപ്പം ഇവരെ വെടിവെച്ച് കൊല്ലും. സോ ഇത്തരത്തിൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനിൽ അങ്ങനത്തെ ഒരു ഡിസ്റ്റോപ്പിയൻ വേൾഡിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വെച്ച് പോകുന്ന ഒരു സെറ്റപ്പാണ് ഈ സിനിമയ്ക്കുള്ളത്. നല്ല എൻഗേജിംഗ് ആയിട്ടുള്ളൊരു പടമാണ്. ഒരിക്കലും ബോറടിയോ ലാഗടിയോ ഒന്നും ഞാൻ ആദ്യം തുടങ്ങുമ്പോൾ വിചാരിച്ചു ഇവര് നടക്കും മാത്രമല്ല ഈ നടന്നത് എത്ര നേരം ഈ പടം തുടങ്ങുമ്പോൾ നടക്കാൻ തുടങ്ങും. ഇവര് എത്ര നേരം നടക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചു. എത്ര നടന്നാലും ഈ പടത്തിൽ പ്രത്യേകിച്ച് ഇപ്പൊ എന്താ ഉള്ളതെന്നൊക്കെ ഇനീഷ്യലി എനിക്ക് തോട്ട് വന്നു. കാരണം ഇവര് നടക്കണത് കാണിക്കുക, അവസാനം ആരെങ്കിലും ജീവിക്കുക അത്ര തന്നെ. പക്ഷെ അതിനിടയിൽ അവസാനത്തേലേക്ക് എത്തുന്ന സമയത്ത് ഭയങ്കര ഇമോഷണൽ ആക്കുന്നുണ്ട് പടം. നമ്മളെ ഭയങ്കര അറ്റാച്ച് ചെയ്യിപ്പിച്ച് ആ ഒരു ക്യാരക്ടേഴ്സിനെ ഫീൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്കും ആരെങ്കിലും ഒരാൾ അതിൽ ജയിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ആരൊക്കെ ജയിക്കുക മറ്റേ ആളെങ്ങനെ പോയിട്ട് വിട്ടുകൊടുക്കണം എന്നുള്ള രീതിയിലേക്കൊക്കെ വരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഈ സ്റ്റീഫൻ കിങ് ചങ്ങായി ഇങ്ങനത്തെ വിയേർഡായിട്ടുള്ള സാധനങ്ങൾ ഈ ചങ്ങായി എഴുതും. എന്തെടുത്താലും ഇപ്പൊ ഹൊറർ മാത്രമല്ല ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഈ ചങ്ങായിയുടെ കയ്യിൽ. അതെല്ലാം തന്നെ നോവലാണ്, സിനിമയായിട്ടും ലൈവ് ആക്ഷൻ ആയിട്ടൊന്നും വന്നിട്ടില്ല. കുറേയൊക്കെ വന്നിട്ടുണ്ട്. വന്നെല്ലാം തന്നെ ഈ ഇങ്ങനത്തെ ഒരുമാതിരി വിയേർഡായിട്ടുള്ള സാധനങ്ങളാണ്. ആ രീതിക്കുള്ള ഒരു 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 വേറെ എന്തോ രീതിയിലുള്ള ഒരു പടം. അതാണ് ഈ ലോങ് വാക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല എൻഗേജിംഗ് ആയിട്ടുള്ളൊരു പടം തന്നെയാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പടം. നമ്മൾ സ്ഥിരം കാണുന്ന ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ നോർമൽ ക്ലീഷേഡ് മൂവി അല്ലാതെ ഒരു വെറൈറ്റി സ്റ്റോറിയാണ്. സ്റ്റോറി ടെല്ലിംഗ് ആണ്. വെറൈറ്റി ട്രീറ്റ്മെന്റ് ആണ്. then ഫ്രാൻസിസ് ലോറൻസ് എന്ന് പറഞ്ഞ ഈ ഒരു ഡയറക്ടറുടെ ആ ഒരു കഴിവും അതേപോലെ തന്നെ മൂപ്പര് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ഈ ഒരു ആക്ടേഴ്സിനെ ആരെ എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒരു മനുഷ്യനെ പരിചയം. പക്ഷെ എല്ലാവരും നല്ല കിടിലൻ പെർഫോമൻസ് നമുക്ക് അവസാനം ആകുമ്പോഴേക്കും ഈ എല്ലാ ക്യാരക്ടേഴ്സിനും നമുക്ക് മനസ്സിലാവും. അവരുടെ കൂടെ തന്നെ നമ്മളൊരു ജേർണി നടത്തും. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഐ തിങ്ക് ഇവിടുത്തെ ഇന്ത്യൻ OTT പ്ലാറ്റ്ഫോംസിലൊന്നുമില്ല. ഈ സിനിമ ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ട്. നല്ലൊരു വാച്ച് തന്നെയായിരിക്കും. ലോങ് വാക്ക് കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.